വണക്കം. നമ്മുടെ UAEയുടെ ഭരണാധികാരി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യയിൽ വന്നു. വെറും 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഹ്രസ്വ സന്ദർശനത്തിനാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത്. അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് ചായയൊക്കെ കുടിച്ച് പടപടപടപടാന്ന് ഒരുപാട് കരാറുകൾ ഒപ്പിട്ടിട്ട് പോയി. അതിൽ ആണവ വികസന പദ്ധതിയുണ്ട്, ഡിഫൻസ് പാക്റ്റ് ഉണ്ട്. ഇത് മനസ്സിൽ വെച്ചേക്കുക. ഡിഫൻസ് പാക്റ്റ് എന്ന് പറഞ്ഞാൽ ആ കരാറിനകത്ത് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, അവരുടെ കയ്യിൽ ഒരുപാട് റഫേലുകളുണ്ട്. ആരുടെ കയ്യിൽ? UAEയുടെ കയ്യിൽ. ഇപ്പോൾ പ്രതിരോധ വിദഗ്ധരെല്ലാം പറയുന്നത്, അവരുടെ വ്യാഖ്യാനമെന്ന് പറഞ്ഞാൽ ആ റഫേലുകളുടെ ഉപയോഗം ഇന്ത്യക്ക് കിട്ടും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഈ കരാറ് പ്രകാരം പോരാത്തതിന് ഇന്ത്യ അവർക്ക് പരിശീലനം നൽകും. അങ്ങനെയുള്ള പല കിടിപിടി സെറ്റപ്പുകളൊക്കെ അതിനകത്തുണ്ട് എന്ന് പറയുന്നു. നോട്ട് ദ പോയിൻറ്റ് പറയുന്നു. എന്തായാലും നമ്മുടെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, പാകിസ്ഥാന് UAE മുട്ടം പണി കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. അതിന് മുമ്പ് കുറച്ച് ചരിത്രത്തിലോട്ട് പോകണം. ആ ചരിത്രം ആദ്യം പറയാം. ഈ UAE, അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഒരു മുസ്ലിം രാഷ്ട്രമാണ്. സൗദി അറേബ്യ മുസ്ലിം രാഷ്ട്രത്തിൻ്റെ അങ്ങേ അറ്റമാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു കോൾഡ് വാർ നടക്കുകയാണ്. കോൾഡ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശീതയുദ്ധം നടക്കുകയാണ്. എന്താണ് ഈ കോൾഡ് വാറിൻ്റെ പിന്നിൽ എന്ന് നമുക്ക് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വാർത്തയിലേക്ക് വിശദമായിട്ട് വരാം. എന്തായാലും സൗദി അറേബ്യ എന്ന് പറയുന്നത് സുന്നി ലീഡർഷിപ്പുള്ള ഒരു നേഷനാണ്. സുന്നി മത നേതൃത്വമാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പാകിസ്ഥാൻ്റെ മിലിറ്ററി ഇൻഫ്ലുവൻസ് സൗദി അറേബ്യയിലുണ്ട്, അല്ലെങ്കിൽ സൗദി അറേബ്യയ്ക്ക് വേണം. റിലീജിയസ് ജിയോ പൊളിറ്റിക്സാണ് സൗദി അറേബ്യ പിന്തുടരുന്നത്. മതപരമായിട്ടുള്ള ഭൂമിശാസ്ത്രമാണ് അവർ പിന്തുടരുന്നത്. ഇനി UAEയിലേക്ക് വരികയാണെങ്കിൽ, പ്രാഗ്മാറ്റിക് ആണ് UAE എന്ന് പറയുന്നത്. ആൻറ്റി പൊളിറ്റിക്കൽ ഇസ്ലാമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻറ്റി മുസ്ലിം ബ്രദർഹുഡാണ് UAE എന്ന് പറയുന്നത്. പാകിസ്ഥാൻ മിലിറ്ററി ഇസ്ലാമിസ്റ്റ് കോംബോയെ സംശയത്തോടു കൂടിയാണ് UAE കാണുന്നത്. എന്തായാലും UAEക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള അലയാണ്. അലയെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്ഥിരതയുമില്ലാത്ത ഒരു കൂട്ടുകെട്ടാണ് UAEക്ക് പാകിസ്ഥാനുമായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രഡിക്റ്റബിൾ പവറാണ് UAEയെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇന്ത്യ എന്ത് കാര്യം പറഞ്ഞാലും അത് നടത്തും. ഇന്ത്യ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും അത് ചെയ്യും. ഇന്ത്യ ഇപ്പോൾ പറയുകയാണ്, നമ്മൾ 2047 ലോകത്തിലെ നമ്പർ 1 രാജ്യമാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് കാണിക്കാനുള്ള കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും നാച്ചുറൽ റിസോഴ്സസും പോരാത്തതിന് ഇവിടെ ഒരു നേതൃത്വവുമുണ്ട് എന്ന് കൃത്യമായിട്ട് ആർക്കറിയാം? സ്റ്റേബിളായിട്ടുള്ളൊരു ഗവൺമെൻറ് ഉണ്ട് എന്ന് UAEക്ക് നല്ലപോലെ അറിയാം. ഇന്ത്യ UAEയോട് അടുക്കുന്നത് പാകിസ്ഥാന് എങ്ങനെ ദോഷം ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഗൾഫ് മണി ഫ്ലോ. പാകിസ്ഥാൻ എക്കണോമി ഹെവിലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഗൾഫ് റെമിറ്റൻസസിലാണ് എന്നുള്ളതാണ്. UAE അത് ഷിഫ്റ്റ് ചെയ്ത്, ആ ഫോക്കസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നേരെ ഇന്ത്യയിലോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാൻ മുടിയും. ഇവന്മാരിപ്പോൾ പൊത്ത ജട്ടിയാണ് ഇട്ടുകൊണ്ട് നടക്കുന്നതെങ്കിൽ ഇനി ജട്ടി പോലും ഇടാൻ കഴിയാത്ത രീതിയിലോട്ട് ഇവന്മാർ മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്, മിലിറ്ററി സിഗ്നലിംഗ്. UAE ഓപ്പൺലി ഡൂയിങ് ഡ്രിൽസ് വിത്ത് ഇന്ത്യ. അതായത് മിലിറ്ററി സിഗ്നലിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. UAEയും ഇന്ത്യയും സംയുക്തമായി ചേർന്ന് സംയുക്ത സൈനികാഭ്യാസം, പിന്നെ ഡിഫൻസ് പാക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഒപ്പിട്ടിരിക്കുന്നത് ഇവന്മാർക്ക് വലിയ തലവേദനയാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ മെസ്സേജ് എന്താണ്? അതായത് ഈ ഒരു സംഭവത്തിൻ്റെ മെസ്സേജ്, ഗൾഫ് ഈസ് നോട്ട് പാകിസ്ഥാൻസ് ബാക്ക് യാർഡ് എനിമോർ. അതായത് ഗൾഫ് രാഷ്ട്രങ്ങൾ പാകിസ്ഥാനെ ഇനി സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല. എയർ സ്പേസ് ആൻഡ് ലോജിസ്റ്റിക്സ്, UAE പോർട്സ്, എയർബേസ്, ഇതെല്ലാം സ്ട്രാറ്റജിക് നോട്ട്സ് ആയിട്ട് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. ക്രൈസിസ് ടൈമിൽ ഇന്ത്യ ഒരു ഫ്രണ്ട്ലി സോണായിട്ട് UAEക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതായത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഒക്കെ വരാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ UAEയെ കൂട്ടുപിടിച്ച് ആ സമയത്ത് ഈ പാകിസ്ഥാൻ, അതായത് സൗദി, പാകിസ്ഥാൻ, തുർക്കി, ഈ 3 രാജ്യങ്ങളും ചേർന്ന് ഒരു അറബ് നാറ്റോ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തടുക്കാനും അതിനൊരു തടയിടാനും, മറിച്ച് പെട്ടെന്നൊരു യുദ്ധത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരവെന്ന് പറയുന്നത് ഇതൊരു ഇമ്മീഡിയറ്റ് വാർ പ്ലാൻ അല്ല എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ് വാർ പ്ലാനേ അല്ല, സ്ട്രാറ്റജിക് ഇൻഷുറൻസ് പോളിസിയാണ്. ആ വാക്ക് മനസ്സിൽ വെച്ചേക്കുക. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻഷുറൻസ് പോളിസിയാണ്. പാകിസ്ഥാൻ പ്ലസ് ചൈന ആക്സിസിനെതിരെയും ഇന്ത്യ എന്ത് ചെയ്യുന്നു? ബിൽഡിംഗ് വെസ്റ്റ് ഏഷ്യൻ ഷീൽഡ്,
പാകിസ്ഥാൻ ചൈന ആക്സസ്. നമ്മളിപ്പോൾ ചൈന മറ്റതാണ് മറിച്ചതാണ് നമ്മുടെ കൂടെ ഇപ്പോൾ വന്നു കളയും, മറ്റേ RIC ട്രോയ്ക്കയുണ്ട്, റഷ്യ ഇന്ത്യ ചൈന കൂട്ടുകെട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ ചൈനയെ വിശ്വസിക്കാൻ പറ്റില്ല. അവൻ പിറകിൽ നിന്ന് കുത്തും. അപ്പോൾ അവൻ പിറകിൽ നിന്ന് കുത്തി തുടങ്ങിയാൽ പിന്നെ പാകിസ്ഥാൻ പോയി അവൻ്റെ കൂടെ ചേരും. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കത് വലിയ തലവേദനയാണ്. അതുകൊണ്ട് നമുക്കൊരു വെസ്റ്റ് ഏഷ്യൻ ഷീൽഡ് ബിൽഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ മോദി എന്ത് ചെയ്യും, കൃത്യമായിട്ട് ആ ബേസ്മെൻറ്റ് ഇട്ട് പോവുകയാണ്. UAE ഇന്ത്യ ഡിഫൻസ് കോർപ്പറേഷൻ അതൊരു ഗൺ ഷെയറിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പവർ ബാലൻസാണ്. പാകിസ്ഥാൻ സൗദിയിലേക്ക് ചായുമ്പോൾ ഇന്ത്യ UAE ചേർക്കുന്നു. ഗൾഫ് ചെസ് ബോർഡിലെ ഒരു സ്മാർട്ട് മൂവായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. എന്തായാലും വിജയകരമായിട്ടുള്ള ഇന്ത്യ സന്ദർശനത്തിന് ശേഷം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പാകിസ്ഥാന് വലിയ സാമ്പത്തിക പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നിനക്കൊക്കെ ഇനി അടി കിട്ടാൻ പോണേ ഉള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മിഡിൽ ഈസ്റ്റ്, അതായത് IMEEയുടെ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നതിനുള്ള ഒരു പ്രധാന കരാർ UAE ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. UAE എന്ത് ചെയ്തു, ഒരു കാരണവുമില്ലാതെ ആ കരാർ അങ്ങ് ലംഘിച്ചു. ഇനി പറ്റത്തില്ലടേ എന്നാണ് UAE ഇപ്പോൾ പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാന് ഈ പദ്ധതിയുടെ സ്വകാര്യവൽക്കരണം വളരെ പ്രധാനമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ എവിടെയെങ്കിലും നക്കി തിന്നാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലിരിക്കുമ്പോൾ ഇതൊക്കെ പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണെന്ന് നമ്മൾ ആലോചിക്കണം. 2025 ഓഗസ്റ്റിൽ കരാർ അംഗീകരിച്ചതിന് ശേഷം UAE ഇപ്പോൾ പദ്ധതി പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള വിള്ളലിൽ പാകിസ്ഥാൻ കുടുങ്ങിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവൻ അങ്ങനെ തന്നെ വേണം, അവൻ കുടുങ്ങിയാൽ പോലെ അവനെ വലിച്ച് കീറണം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കേട്ടോ. എന്തായാലും മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സൗദി അറേബ്യയും UAEയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് UAE കരാർ ലംഘിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വർഷങ്ങളായി പാകിസ്ഥാൻ സൗദി അറേബ്യൻ സൈന്യത്തിന് പരിശീലനവും ഉപദേശവും നൽകി വരുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ സൗദിയുടെ ഒരു ലെവൽ ഏത് ലെവലാണെന്ന്. പാകിസ്ഥാൻ സൈനികനാണ് അവന്മാർക്ക് ഉപദേശം നൽകുന്നത്. അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ആദ്യം റഫേൽ പറത്തിവിടാതെ ഡമ്മി പറത്തിവിട്ട്, അപ്പോൾ ഇവന്മാർ ദോണ്ടടാ റഫേൽ പറഞ്ഞു അടിച്ചിറ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അത് അടിച്ചിട്ട്. അപ്പം നമുക്ക് മനസ്സിലായി അവൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം എവിടെയാണ് ഇരിക്കുന്നതെന്ന്. നമ്മളെന്ത് ചെയ്തു, ഒറിജിനൽ റഫേലിനെ അയച്ച് ഇതെല്ലാം തകർത്ത് കളഞ്ഞു. ഇനി അടുത്ത തവണ യുവമാർ ചെയ്യാൻ പോകുന്നത് ആദ്യം വരുന്ന ഡമ്മി ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് മിണ്ടായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യും, ആദ്യം ഒറിജിനൽ റഫേൽ വിടും, എന്നിട്ട് യുവമാരെല്ലാം അടിച്ച് നോക്കൂ എന്നുള്ളതാണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യവന്മാരാണ് സൗദി അറേബ്യയ്ക്ക് ഉപദേശം നൽകാനായിട്ട് പോകുന്നത്. എന്തായാലും ഈ ഉപദേശവും ഈ മിലിറ്ററി ഷെയറിംഗ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് സൗദി അറേബ്യ പകരമായിട്ട് ഇവർക്ക് കൊടുക്കുന്നത് കോടിക്കണക്കിന് ഡോളർ സാമ്പത്തിക സഹായമാണ്. സൗദി അറേബ്യയോടുള്ള പാകിസ്ഥാൻ്റെ വർദ്ധിച്ചു വരുന്ന ചായ്വ് അത് UAEക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സൂഹിക്കേണ്ട. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്, UAE ഇന്ത്യ ഇസ്രായേൽ സഖ്യം രൂപപ്പെടുത്തിക്കൊണ്ടുവരികയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി കൂടുതൽ അടുക്കുമ്പോൾ UAE ഇന്ത്യ വഴി ഇസ്രായേലുമായി പുതിയ സൈനിക ബന്ധം വികസിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ്റെ സമീപകാല ഇന്ത്യ സന്ദർശന വേളയിൽ തന്ത്രപരമായിട്ടുള്ള പ്രതിരോധ പങ്കാളിത്തത്തിനായിട്ടുള്ള ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് എന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഈ കരാർ പ്രകാരം UAE ഇന്ത്യക്ക് $3 ബില്യൺ വാതകം നൽകും. എന്ത് നൽകും? വാതകം, ഗ്യാസ്, അത് നൽകും. ഗുജറാത്തിൽ ഒരു നിക്ഷേപ മേഖല വികസിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനാണ് UAEയുടെ അടുത്ത തീരുമാനം എന്ന് പറയുന്നത്. എങ്ങനെ ഇരിക്കണം? ഞാൻ ഒരു കാര്യം പറയാം. UAEയിലുള്ള എൻ്റെ നല്ലവരായിട്ടുള്ള സുഡാപ്പി സുഹൃത്തുക്കളും അല്ലാത്ത സംഘപരിവാർ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ. ഇന്ന് ഞാൻ എൻ്റെ ഒരു സംഘപരിവാർ സുഹൃത്തിനെ, സംഘപരിവാറല്ല ഒരു സംഘി, ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നു. ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്, അളിയാ നിൻ്റെ സ്റ്റോറിയൊക്കെ UAEയിൽ കിടന്ന് പ്രചരിക്കുകയാണ്, ഞാനതിലൊരു ലൈക്ക് പോലും ചെയ്യൂല. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ യവന്മാർ എന്നെ വലിച്ച് കീറിക്കളയും. ഒരു ലൈക്ക് കണ്ടാൽ യവന്മാർ അത് വലിയ വലിയ വിഷയമാക്കി മാറ്റിയിട്ട് യവന്മാർ പോയി ജോലി വരെ തെറിപ്പിച്ച് കളയും. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാതിരിക്കുന്നത്. ഒന്നും തോന്നരുത് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല അളിയാ, കുഴപ്പമില്ല, അത് നല്ലത് തന്നെ, കാര്യമൊക്കെ നല്ലത് തന്നെ, നീ എന്തായാലും നല്ലപോലെ പണിയെടുക്കുക എന്നാണ് ഞാൻ അവനോട് പറഞ്ഞത്. ഇത് കേൾക്കുന്ന എൻ്റെ സുഡാപ്പി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, UAE ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങാൻ പോകുന്നു. ഇന്ത്യയുമായിട്ട് ചേർന്ന് UAE പാകിസ്ഥാനെ അടിക്കാൻ പോകുന്നു. എന്തിനു പറയുന്നു? നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് എൻ്റെ സഹോദരനാണ് നരേന്ദ്രമോദി എന്നാണ് ഇവിടെ വന്നിട്ട് അൽ നഹ്യാൻ പറഞ്ഞത്. ഇനി സുഡാപ്പികളോട്, UAEയിൽ ഇരുന്ന് പണിയെടുക്കുന്ന സുഡാപ്പികളോട് എനിക്ക് പറയാനുള്ളത്, പോയി ചത്തൂടേടാ നിനക്ക്. UAEയിൽ നിന്ന് ഇന്ത്യയെ കുറ്റം പറയുന്നത്. എനിക്കറിയാം, എനിക്ക് അവിടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. നിൻ്റെയൊക്കെ ഇടയിലാണ് അവന്മാരും കിടക്കണത്. അവന്മാർ എന്നെ വിളിച്ച് പറയും, എൻ്റെ അളിയാ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് യവന്മാരൊക്കെ ഇന്ത്യക്കാരാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അമ്മാതിരി ഇന്ത്യ വിരുദ്ധതയാണ് അതിൻ്റെ ഇടയിൽ നിന്ന് പറയുന്നത്. പാകിസ്ഥാൻ ഇന്ത്യ പിടിക്കണം, ഇന്ത്യ അടിക്കണം എന്നൊക്കെയാണ് അവന്മാർ അവിടെ നിന്ന് പറയുന്നത്. UAEയിലോട്ട് വന്നിരുന്നുണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള സുഡാപ്പികൾ പറയുന്നത് എന്നാണ് ഇവരെന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും UAEയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കണ്ടല്ലോ. എന്തായാലും UAE ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ പോവുകയാണ്.
ഏത് ടൈപ്പ് ആയുധങ്ങൾ? ഇസ്രായേൽ മോഡൽ ആയുധങ്ങളാണ് UAE ഇപ്പോൾ വാങ്ങാൻ പോകുന്നത്. ഇന്ത്യ വഴി ഇസ്രായേലി ആയുധങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ചാണ് UAE ആലോചിക്കുന്നത്. ബറാക്ക് 8 വ്യോമ പ്രതിരോധ സംവിധാനം, നൂതന ഡ്രോണുകൾ തുടങ്ങിയ ഇസ്രായേലിൻ്റെ ഏറ്റവും നൂതനമായിട്ടുള്ള ചില പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നു. ഇസ്രായേലിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതിന് പകരം ഇന്ത്യ വഴി ഈ ആയുധങ്ങൾ എത്തിക്കുന്നതിനുള്ള ചർച്ചകൾ UAE നടത്തി വരികയാണ്. സുഡാപ്പികളെ പറ്റിക്കാനാണ്. ഇസ്രായേൽ വഴി നേരിട്ട് വാങ്ങിച്ച ഏവന്മാർക്ക് എന്ത് തോന്നും? അയ്യോ നമ്മുടെ വാപ്പ ഇസ്രായേലിൻ്റെ അടുത്ത് എന്ന് തോന്നൂല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ആയുധം നേരെ ഇന്ത്യയിൽ എത്തിക്കുക, എന്നിട്ട് ഇന്ത്യയിൽ നിന്നും ഇത് ഇന്ത്യയുടെ ആയുധങ്ങളാണ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുക. അത് മാത്രമേ മറ്റേ കണ്ണി പൊടിയാനുള്ള വഴി എന്ന് പറയുന്നത്. എന്തായാലും ഈ നീക്കം അമേരിക്കയൊക്കെ നോക്കി കാണുന്നുണ്ടല്ലോ. സൗദി എന്ത് ചെയ്തു? UAEക്ക് ഒരു കൊച്ചു പണി കൊടുത്തു. എന്താണ് സൗദി UAEക്ക് കൊടുത്ത പണി? സൗദി ഈ UAEയിലാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് വരുന്നത്, അതറിയാമല്ലോ. അതായത് ഏറ്റവും കൂടുതൽ ഗോൾഡ് UAEയിൽ വരുന്നത് ഏത് വഴിയാണ്? സുഡാനിൽ നിന്നാണ് വരുന്നത്. സുഡാൻ എന്ന് പറയുന്ന ആ രാജ്യത്ത് നിന്നാണ് വരുന്നത്. സുഡാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യമാണ്. അവർ സ്വർണത്തിൻ്റെ കൂമ്പാരമാണ്. എന്നിട്ടാണ് അവന്മാർ പട്ടിണി കിടക്കുന്നത്. ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി, ആ രാജ്യത്തെ നശിപ്പിച്ച് അവിടെയുള്ള സകല കാര്യങ്ങളും പ്ലണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പും അമേരിക്കയൊക്കെ ചേർന്നുകൊണ്ട്. ഇടയ്ക്ക് ഞാനൊരു സ്റ്റോറിയിൽ പറഞ്ഞിരുന്നു, എനിക്ക് അടുത്ത ജന്മത്തിൽ ജനിക്കണമെങ്കിൽ ആഫ്രിക്കൻ കൺട്രിയിൽ ജനിക്കണമെന്ന്. അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയധികം നാച്ചുറൽ റിസോഴ്സസ്, എസ്തെറ്റിക്സ്, പിന്നെ കലാരൂപങ്ങൾ, ഗോത്രവിഭാഗങ്ങൾ, എന്തൊരു കൾച്ചറലായിട്ടുള്ള ഒരു വൈവിധ്യമാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനമായിട്ടും അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ അവരുടെ പവർ തിരിച്ചറിയുന്ന അന്ന് തീരും ഈ അമേരിക്കയൊക്കെ. അപ്പോൾ സുഡാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്വർണം എങ്ങോട്ടെത്തുന്നത്? UAEയിലേക്ക് എത്തുന്നത്. UAEയിലേക്ക് ഈ സ്വർണം സുഡാനിൽ നിന്ന് എത്തുമ്പോൾ ഇത് UAEയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്വർണം മേടിച്ച് വയ്ക്കുന്നതെന്ന്? സംഭവം ഡോളർ നമ്മളിപ്പോൾ കച്ചവടം നടത്തുന്നില്ല, അതിൽ നിക്ഷേപിക്കുന്നുമില്ല. നമ്മൾ അതുകൊണ്ട് കൂടുതൽ സ്വർണം മേടിച്ച് കൂട്ടുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. ഈ ഡോളറിനെ നമുക്ക് തകർക്കണം, ഈ ഡോളറിനെ നശിപ്പിക്കണം, ഇതിനെ ഒരു സ്വാഭാവിക മരണത്തിലേക്ക് തള്ളിവിടണം. അതുകൊണ്ട് ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഗോൾഡിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് സൗദി അറേബ്യ എന്ത് ചെയ്തു? അമേരിക്കയാണ് ഇതിൻ്റെ പിന്നിൽ, നമുക്കറിയാം. അമേരിക്കയുടെ മറ്റേ ആസനം താങ്ങിയാണല്ലോ സൗദി എന്ന് പറയുന്നത്. ആ രാജ്യം എന്ത് ചെയ്തു? സുഡാനിൽ പോയിട്ട് വലിയൊരു അട്ടിമറി നടത്തി ആ കരാർ യവന്മാരുടെ പേരിലാക്കിയപ്പോൾ UAE ഇപ്പോൾ ആ കാര്യത്തിൽ കലിച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സൗദിയുടെ അടുത്ത് പോയി സ്വർണ്ണം വാങ്ങേണ്ടി വരും. അവന്മാർ തരൂലെന്ന് പറഞ്ഞാൽ തീന്. അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും UAEക്ക് ഇപ്പോൾ സ്വർണ്ണം വരുന്നുണ്ട്. ഈ കരാറിൻ്റെ ഒരു വലിയൊരു ഭൂരിഭാഗം, ഒരു സിംഹഭാഗവും യവന്മാരുടെ പേരിലോട്ടാക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും സുഡാനിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വ്യോമാക്രമണം നടത്തുമല്ലോ ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ. എന്നിട്ട് അവന്മാർ പറയും അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളെ കൊല്ലുന്നത് കൊണ്ടാണ് നമ്മൾ വ്യോമാക്രമണം നടത്തുന്നത്. ഒന്നുമല്ല. ആ രാജ്യം അരക്ഷിതാവസ്ഥയിൽ എപ്പോഴും കിടക്കണം എന്നുള്ളത് കൊണ്ടാണ് യവന്മാർ അങ്ങനെയൊക്കെ നടത്തുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ കളികളാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വമ്പ സ്രാവുകളും നീല തിമിംഗലമൊക്കെ ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ശരി.